അപ്പോൾ ഇത് ഇന്ന് രാവിലെ എനിക്കുമ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. വിളക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ തലേന്ന് ചിരാതൊക്കെ അമ്മ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ രാവിലെ തന്നെ കഴുകി ഇതേ വെയിലത്തൊന്ന് ഉണങ്ങാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കാട്ടെ. അപ്പം ഞാൻ എണിച്ച് വഴിക്കാനേ കുളിച്ച് വിളക്കൊക്കെ കൊളത്തി ഇനി നമുക്ക് കിച്ചണിൽ കയറിയിട്ട് രാവിലത്തേക്കുള്ളതാക്കണമല്ലോ. അപ്പം അമ്മ ഉണ്ട് കേട്ടോ അവിടെ അടിയിലിരുന്നിട്ട് എന്തോ പണി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കറിക്കുള്ളതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കണത്. അമ്മ ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്കുള്ളതായിട്ട് അമ്മ കുഴക്കണത്. ആദ്യം ഞാൻ നൂൽപ്പെട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ പറഞ്ഞു പത്തിരി ഉണ്ടാക്കാമെന്ന്. പിന്നെ അമ്മമ്മ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ ലഹളി മർത്താനൊക്കെ കേട്ടിട്ട്. അപ്പം അമ്മമ്മ അവിടെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യണത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ. അമ്മയ്ക്കും അത് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ആര് ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് അമ്മ പത്തിരി ഉണ്ടാക്കാൻ പഠിച്ചത്. പക്ഷെ അമ്മ കുഴക്കണത് കാണുമ്പോൾ എനിക്ക് എവിടേക്കും ഒരു തകരാറുള്ള പോലെ തോന്നിയിട്ടാ. കാരണം ആര് കുഴക്കണതും അമ്മ കുഴക്കണതും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ആര് കുഴക്കുമ്പോൾ നന്നായി ഓയിൽ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഭയങ്കര ഓയിലി ആയിട്ട് വരാറുണ്ട്, പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷെ അമ്മ തീരെ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു അമ്മോട്. പക്ഷെ അമ്മ ഇല്ലില്ല, എണ്ണയൊന്നും ചേർക്കില്ല പറഞ്ഞിട്ടാ കുഴച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുവിധം ആയിട്ടോ, കിച്ചണിലെ കറിയും ഇതൊക്കെ ആയപ്പോൾ പിന്നെ പത്തിരി അമ്മ ചുട്ടെടുക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആർക്ക് നെയ്യ് കുടിക്കണമല്ലോ 5-ാം മാസത്തിൽ. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പം ഞാനിവിടെ അമ്പലത്തിൽ നെയ്യ് പൂജിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പാദരശ ഇതേ നെയ്യും ചന്ദനത്തിരിയും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കൊടുന്ന് നമ്മൾ കയറി തൊഴുത് ഇതേ നെയ്യൊക്കെ പൂജിച്ച് വാങ്ങിച്ചിട്ട് ഇതേ നമ്മൾ വീട്ടിലേക്കായിട്ട് പോണത്. അപ്പോൾ ആദർശ് ഇതെൻ്റെ വണ്ടി എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്കൂട്ടിയുമായിട്ടാണ് വീട്ടിലേക്ക് പോണത്. അതായത് നെയ്യ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളൊക്കെ മുന്നേ അവൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളോട് അമ്പലത്തേക്ക് നേരെ വരാൻ പറഞ്ഞത് കേട്ടോ. അത് ഞങ്ങൾ ഇതേ നടന്നിട്ട് നെയ്യും പിടിച്ച് ഇതേ വീട്ടിലേക്ക് എത്തി. പിന്നെ അമ്മയും അമ്മമ്മയൊക്കെ കൊടുത്തു വിട്ടു. അതൊക്കെ കഴിഞ്ഞ് വീഡിയോ കാണുമ്പോഴാണ് അമ്മ പറയണത് എന്നോട് കേട്ടാ, നിനക്കും കൂടി ഒരു വായ കൊടുക്കാടുന്നില്ല, നിനക്കും കൊടുക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് ആ തിരക്കിൽ വിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കായിരുന്നു കേട്ടാ. പത്തിരിയും സോയാബീൻ കറി ഉണ്ട്. പിന്നെ അമ്മമ്മ എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അമ്മമ്മയുടെ ഇരുത്തം കണ്ടിട്ട് വീഡിയോ എടുത്തതാണ് ഞാൻ. പിന്നെ ഞങ്ങളും ഇരുന്നു കേട്ടോ. വിൻചേട്ടനും ആദർശവും കഴിച്ചൊരു ഇതായപ്പോഴത്തേ ഞാനും ആരും കൂടി ഇരുന്നു. ഞങ്ങളും അതേട്ടെ പത്തിരിയും നമ്മുടെ സോയാബീൻ കറിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള വെപ്പ് തുടങ്ങിയിട്ട് അടുത്തത് അമ്മമ്മ എനിക്ക് അച്ചാർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ ചെത്തി റെഡിയാക്കിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഇന്നലെ എടുത്ത സെറ്റ് മുണ്ടൊക്കെ ഇല്ലേ നമ്മൾ, അതൊക്കെ അമ്മയുടെ കൈയോടെ കഴുകിയിട്ട് രാവിലെ തന്നെ തരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ഇട്ടാലോ വിചാരിച്ചിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് കുറച്ച് തുണികൾ നമ്മുടെ അലമാര ഒന്ന് ഒതുക്കാണ്ടായിരുന്നു കേട്ടോ. ഒതുക്കാനും പിന്നെ കുറച്ച് തുണികൾ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മാറ്റി ഒതുക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ അവിടെ അച്ചാർ ഇട്ട് തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അമ്മ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല. കാരണം ഒന്നല്ല കേട്ടോ, അമ്മ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കി കൊടുന്നേരണോണ്ട് ഞാൻ പിന്നെ അതിലേക്ക് അങ്ങോട്ട് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നാരങ്ങ അച്ചാറാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.